അയ്യോ ഗൈസ്, മല്ലൂർ എഡസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രിയായി രാവിലെയായി എന്ന് പറയുന്നതാരാണ്. ഗൈസ്, മല്ലൂർ എഡസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പരിസരം മൊത്തം കാണിക്കുവാണ്. തെറ്റിപ്പോയി ഗൈസ്. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ, കാണാൻ മാത്രമേ ഉള്ളൂ. കാണിക്കാൻ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. അപ്പോൾ പിന്നെ കാണിക്കാനുള്ളത് എന്നാ കാണിക്കാനാണ് ഗൈസ്, കണ്ടതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ കുറേ പുല്ലൊക്കെ നട്ടായിരുന്നു, നോക്ക്. അപ്പോൾ കാട് പിടിച്ച എല്ലാം പോയി, അതാണ് പ്രശ്നം. പിന്നെ കണ്ടോ, ഞങ്ങൾക്കിവിടെ ഹൈലൈറ്റ്, ഇവിടെ കുറേ തെങ്ങ് നിരനിരയായി കിടക്കുന്നുണ്ട്. കണ്ടോ, അവിടെയൊക്കെ തെങ്ങ 5-6 തേങ്ങ കിട്ടും. ഇപ്പോൾ ഇത് ആ സ്ഥലമൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് പുല്ല് വെച്ചായിരുന്നു, അതും പോയി. വീണ്ടും രണ്ടാമത് ഒരെണ്ണം വെച്ചു, അതും പോയി. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കരിക്കൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര പൊക്കത്തിലായതുകൊണ്ട് എടുക്കാൻ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൊരു കരിക്കൊക്കെ ഉണ്ട്, അവിടെ നിന്നാണ് ഇപ്പം ഞങ്ങളിപ്പോൾ കരിക്കുവെള്ളം കുടിക്കുന്നത്. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ ഒപ്പം എന്താ ചേട്ടായി ഇല്ലാത്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ. ചേട്ടിക്ക് വയ്യ, പനിയാണ്, അതുകൊണ്ടാണ്. അതാ വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ആ ഞങ്ങളവിടെ കരിക്ക് കുടിക്കുന്ന ആ തെങ്ങ് കാണിച്ചാലല്ലോ, വാ. അപ്പോൾ ഗൈസ്, ഇതാണ് ആ തെങ്ങ്. ഇവിടെ ഞങ്ങളിപ്പോൾ കരിക്കൊക്കെ കുടിക്കുന്നത്. ഇത് ഫുൾ ഓറഞ്ച് കളറിലുള്ള കരിക്കൊക്കെയാണ്. പക്ഷേ ഈ തെങ്ങിൻ്റെ പേരുണ്ടായി, കരിക്കിനൊന്നും പേരെനിക്കറിയില്ല. പിന്നെ ഇതൊരു ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു മാങ്ങ. പിന്നെ അതും ഇങ്ങനെ മാങ്ങ. പിന്നെ അത് കിടക്കുന്ന നല്ല കണ്ടോ, അതെല്ലാം ക്രിസ്മസ് ട്രീയാണ്. പക്ഷെ അത് ഞങ്ങൾ നട്ടിട്ട് കുറേ വർഷമായി. അത്ര കഴിഞ്ഞ മുമ്പത്തെ ക്രിസ്മസിനെങ്ങാണ്ട് മുമ്പ് നട്ടയാണ് ഞങ്ങൾ. പിന്നെ അത് ഫുൾ ഗ്രോത്ത് ആവാൻ എത്ര ഇയേഴ്സ് എടുക്കും എന്ന് പറയണം കേട്ടോ. അറിയാതെ ആഗ്രഹമാണ്, വേറെ ഒന്നുമില്ല. ഗൈസ്, ഇവിടുത്തെ റോഡ് കണ്ടു ഗൈസ്, കാണിച്ചു തരാം. അത് നേരത്തെ പോലെയൊക്കെ തന്നെ, വേറെ ഒരു പ്രത്യേകത ഇപ്പോൾ വന്നിട്ടില്ല. ഉണ്ടോ, ഇല്ല നോക്ക് ഗൈസ്, ഇതൊക്കെ എപ്പോൾ ടാർ ചെയ്യുന്നു ദൈവത്തിനറിയാം. കണ്ടോ, ഈ സ്ഥലത്ത് മൊത്തം തെങ്ങാണ് ഗൈസ്. കണ്ടോ, ഇതൊക്കെ എപ്പോൾ ഓടിനല്ലേ. കണ്ടോ, അവൻ ലൈൻ കമ്പിയിൽ ഒരു തെങ്ങിൻ്റെ കൊല ഒന്ന് കിടക്കുന്നുണ്ടോ. ഇപ്പം ഞങ്ങൾക്ക് താഴെ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് കിട്ടത്തില്ല. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം കാലവർഷമില്ലേ, ഇവിടെ 3 ദിവസം കറണ്ട് പോയി അടുപ്പിച്ച്. കറണ്ട് കിട്ടിയില്ല 3 ദിവസമൊക്കെ ഉറങ്ങി എണീറ്റ്. പിന്നെ സ്കൂളിൽ പോകണ്ടോ, അവിടുത്തെ ഫാനിലിരിക്കുക, അവിടെ ജനറേറ്റർ ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലുക്ക്. പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്, അതാണ് ഞങ്ങൾ എല്ലാ സാറ്റർഡേ ഇല്ല, ഒരു മാസം ആദ്യമാണ് അവിടെ കുർബാന, ആദ്യത്തെ എല്ലാ ശനിയാഴ്ചയും എല്ലാ മാസവും. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ മെയിൻ പള്ളി ആരക്കുന്നത്താണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ വെറുതെ അറിഞ്ഞ്, എനിക്കറിയില്ല ഈ കാണുന്ന ആൾക്കാരൊക്കെ എവിടെയാണ്. പിന്നെ ഇപ്പം ഹൈലൈറ്റായിട്ട് പറയാൻ മാത്രം എന്നാളെന്ന് വെച്ചാൽ ഹൈലൈറ്റ് അല്ല, അത് തെങ്ങാണ് ഹൈലൈറ്റ്. പിന്നെ അത് ഞങ്ങളുടെ തറവാടേ, പപ്പയുടെ വീടാണ്. ഉണ്ടോ. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കുറേ ഉണ്ടോ അടക്കയുണ്ട്, അത് പിന്നെ തെങ്ങിനേക്കാൾ കൂടുതലാണ് അടക്ക. കണ്ടോ. പിന്നെ ഇവിടെ കുറേ റബ്ബർ. പിന്നെ ഈ ഏരിയയിൽ ഭയങ്കര പാമ്പാട്ടോ. ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയതാട്ടോ, രാത്രിയായിരുന്നു. പള്ളിയിൽ പോയില്ല, പപ്പ പള്ളിയിൽ പോകാൻ പറഞ്ഞ് ഞാൻ ചേട്ടയും കൂടെ ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുക, ഇരുട്ടല്ലോ, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ടോർച്ച് അടിച്ച് ചേട്ടൻ ടോർച്ച് ടോർച്ച് അടിച്ചുകൊണ്ട് പോയി. ഞാനും പോയായിരുന്നു കൂടെ. അപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു പാമ്പ്, ഏതാണെന്നറിയില്ല, പാസ് ചെയ്ത് പോയി. ചേട്ടി നേരെ അങ്ങ് ടോർച്ച് എടുത്തുകൊണ്ട് ഓടി. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ആ പാമ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. എനിക്കറിയില്ല എന്താ സംഭവം, എന്താ വെളുത്ത സംഭവം, ഇങ്ങനെ വെളുത്തല്ല, അവിടെ സ്ട്രീറ്റ് ലാമ്പ് കണ്ടോ, ആ വെളിച്ചം അടിച്ചിട്ട് പാമ്പിൻ്റെ ഷെയ്ഡ് കാണാം, ഇങ്ങനെ പോകുന്നതെന്തോ പാമ്പാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ അങ്ങ് നിന്നു. പാമ്പ് ഇവിടെ ഞാൻ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യേ, പാമ്പ് ഇവിടെ പാമ്പ് പോകുന്നു. ഇതറിഞ്ഞ് പാമ്പ് പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങ് വള്ളിയിലേക്ക് പോയി. പിന്നെ മനസ്സിലായത് പാമ്പാന്ന്. എനിക്കെപ്പോൾ ഡൗട്ട് അടിച്ചു പാമ്പാണെന്ന്. പക്ഷെ തിരിഞ്ഞു ഓടിയില്ല, ഏത് പാമ്പാന്ന് എഴുത്തിനറിയാം.
ഞാനങ്ങ് മുകളിലെ പോലെ ജീവൻ പോയില്ല. നന്നായി. പാമ്പിന് എന്നോട് മനസാക്ഷി വന്നു കഴിച്ചു. പാമ്പ്. പിന്നെ ഇവിടെ പറയാനായിട്ട് വേറൊന്നും പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ പള്ളി കാണിച്ചപ്പോൾ അവിടെ പെരുന്നാളല്ലായിരുന്നോ? അത് മെയിൻ പെരുന്നാളായിരുന്നു. ഇവിടെ ആ പള്ളിയിൽ ഏറ്റവും, ആ കുരിശുപള്ളിയിൽ ഏറ്റവും മെയിൻ പെരുന്നാളായതെന്ന് വെച്ചാൽ ജനുവരി 9 കണ്ട് പെരുന്നാൾ. ഞങ്ങളുടെ മെയിൻ പള്ളിയിൽ കീറക്കിയ സാധനം. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഗൈസ്. ആരൊക്കെ ഉണ്ടാലും വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കും. അതിന് ഒരു ഹോണിൽ എന്തോ ആൾക്കാരെ കണ്ട കീന്ന് അടിക്കുന്ന ഇതുണ്ട്. അതങ്ങൾ ഓഫ് ചെയ്തിട്ടേക്കും. എൻ്റെ പൊന്ന്, റോട്ടിൽ കൂടെ ഒരു കാറ്റ് വീശി വിചാരിക്കട്ടോ, അപ്പം അത് തൂന്ന് അടിച്ചു തുടങ്ങും. നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റൂല. അത് ആ മാറ്റി വെച്ചേക്കും. അതിപ്പോൾ പിന്നെ അതിൻ്റെ കൺട്രോളും അപ്പോഴേ. പിന്നെ ശരി വേണ്ടേ. ഇനി എന്താ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങി. മഴയാറുണ്ടോ എന്നൊരു ഡൗട്ട്. ഒരു തുള്ളിയും കണ്ട് കയ്യിലേക്ക് വന്നു ചാടി. ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം കേട്ടോ. പിന്നെ പന്തിടാറുണ്ട് രുസല്ലേ, അത് മറന്നു പോയതേ പോയി. തെങ്ങ് മൊത്തം കാട് പിടിച്ചു ഗായ്സ്. ഇത് കണ്ടോ? ഇനി ആ തെങ്ങൊക്കെ എപ്പോഴെങ്കിലും പറിച്ച് തിന്നണം. ഞങ്ങളെ കാറ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാറ്. മറ്റേത് ഇപ്പോൾ വാങ്ങിച്ച രണ്ടാമത്തെ കാറ് അമ്മയ്ക്ക് വേണ്ടി. ഇവിടെ ഒരു സൈക്കിളും ഒരു ബൈക്കും ഉണ്ട്. ബൈക്ക് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ എക്സ്പയർ ആയി. 15 വർഷം കഴിഞ്ഞാൽ എടുത്തിട്ട്. എൻ്റെ പപ്പ വണ്ടങ്ങാണ് എടുത്തത്. അതിനെ സർവീസ് ചെയ്തിട്ട് വീണ്ടും ഓടിക്കണം. പക്ഷേ സർവീസിന് ഭയങ്കര പൈസയാണ്. വിൽക്കാനൊന്നുമല്ല, സർവീസ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. അതവിടെ ഇരിക്കുമോ അത് എത്തണൊക്കെ. ഇപ്പോൾ വേറെ പരിപാടി ഒന്നും. ഇവിടെ മൊത്തം കാടാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങളുടെ പറമ്പുണ്ട്, തോടും പോകുന്നുണ്ട്, കാടും ഉണ്ട്. അതൊന്നും ആർക്കും ഇപ്പോൾ വേണ്ട. അവിടെ ഒന്നും നടന്നുമില്ല. പണ്ട് ഇവിടുത്തെ എൻ്റെ പപ്പയുടെ പപ്പയ്ക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇവിടെ മൊത്തം കൃഷിയായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. പപ്പയുടെ ആരോഗ്യമൊക്കെ പോയതുകൊണ്ട് കാടേ കണ്ടോ, ഫുള്ള് കാടെന്ന് വെച്ചാൽ ഫുള്ള് കാട്. പോകുന്നു. അവിടെ വെള്ളച്ചാട്ടമുണ്ട് ഗൈസ് നമുക്ക് സ്വന്തമായിട്ട്. അല്ല, അത്ര വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയ ഇവിടെ ഒരു തോടുണ്ട്. അപ്പോൾ അത് പോയിട്ട് അവിടെ ചെന്നെങ്കിൽ ചാടും. അത്യാവശ്യം ആഴമുണ്ട്, രസമാണ്. ഞങ്ങൾ ഇഷ്ടം പോയിട്ടില്ല. അവിടെ നിറച്ച് ഇപ്പോൾ അവിടെ നിറച്ചും പാമ്പായതുകൊണ്ട് ഇപ്പോൾ പോരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സൈനിങ് ഔട്ട്.